മാവേലിക്കര ടൗൺ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കോശി എം കോശി ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര ടൗൺ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കോശി എം കോശി ഉദ്ഘാടനം നിർവഹിച്ചു. 3 വരുന്ന ജീവനക്കാർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ ഫലമായി ആ ബാങ്ക് നഷ്ടത്തിൽ വരികയും തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിക്ഷേപകർക്ക് ഒരു ഉറപ്പ് കൊടുത്തു. പാവപ്പെട്ടവരുടെ കാശ് അവരെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി, അതുപോലെ ആശുപത്രി ചെലവാക്കാൻ വേണ്ടി, മക്കളുടെ ജോലിക്ക് വേണ്ടി ഒക്കെ അവർ നിക്ഷേപിക്കപ്പെട്ടിരുന്ന വസ്തു വിറ്റും പെൻഷൻ കിട്ടിയ കാശും എല്ലാം കൊണ്ടുവന്ന് ബാങ്കിൽ നിക്ഷേപിച്ചത് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. അവരെ ആ നിക്ഷേപകരെ, പാവപ്പെട്ട നിക്ഷേപകരെ സംരക്ഷിക്കും എന്ന് കോൺഗ്രസ് പാർട്ടി ഉറപ്പ് കൊടുത്തു. പക്ഷേ ആ കൊള്ളയടിക്കപ്പെട്ടവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആത്മാർത്ഥതയുള്ള ആളുകൾ, ഇന്നലെ വരെ പാർട്ടിയിൽ സത്യസന്ധത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള സമർത്ഥരായ ആളുകൾ, ശ്രീ ജോൺ കെ മാത്യു, ശ്രീ നാൻസി കുറ്റിശ്ശേരി, ശ്രീ മുരളി വൃന്ദാവനം, ശ്രീ കെ ഇബ്രാഹിംകുട്ടി, ശ്രീ സൂരജ് തുടങ്ങി 11 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് ശ്രമിച്ചപ്പോൾ ഞങ്ങളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ആദായം പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ അവര് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ആദായം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകന്മാർ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ സ്ഥാനാർത്ഥികളെ അറിയാവുന്നതുകൊണ്ടും മറുഭാഗത്ത് ഉള്ളവരെയും കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് മഹാഭൂരിപക്ഷത്തോടുകൂടി, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിസൺ പാട്രിക് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ നാൻസി കുറ്റിശ്ശേരിൽ, ജോൺ കെ മാത്യു, ലളിത രവീന്ദ്രനാഥ്, KPCC അംഗം രാധേഷ് കണ്ണനൂർ, മുരളി വൃന്ദാവനം, കണ്ടിയൂർ അജിത്ത്, തമ്പി കൗണടിയിൽ, PB സൂരജ്, ഇബ്രാഹിം കുട്ടി, മാത്യു കണ്ടത്തിൽ, സുനി ആലീസ് എബ്രഹാം, M രമേശ് കുമാർ, S രാജലക്ഷ്മി, റോബിൻ സാം ജോൺ, അജയൻ തൈപ്പറമ്പിൽ, Y രമേശ്, PB ഹരികുമാർ, സൂര്യ വിജയകുമാർ, രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.